ജയിലിൽ ഓണത്തല്ല്, ഏമാന്മാർ ആശുപത്രിയിൽ. കേരളമാകെ ഓണാഘോഷത്തിൽ അമർന്നിരിക്കുകയാണ്. എവിടെയും ഓണാഘോഷം. സ്കൂളിലും കോളേജിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും പബ്ലിക് സ്ഥാപനങ്ങളിലും എല്ലാം തന്നെ ഓണാഘോഷം. എവിടെ തിരിഞ്ഞാലും ഓണാഘോഷം. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ചടങ്ങ്. അതായത് ഓണത്തോട് അനുബന്ധിച്ച് മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം സന്തോഷിക്കുക എന്നുള്ളതാണ് കേരളീയരുടെ പൊതു സ്വഭാവം. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഓണാഘോഷം നടന്നു. ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയാണ് ഓൾ കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ. ആ അസോസിയേഷന്റെ ദക്ഷിണ മേഖല സോണാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഈ ഓഫീസർമാരുടെ ഓണാഘോഷം സംഘടിപ്പിച്ചത്. പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഈ ജില്ലകളിൽ നിന്നുള്ള പ്രിസൺ ഓഫീസർമാരാണ് ഓണാഘോഷത്തിനായി പൂജപ്പുരയിൽ ഒത്തുകൂടിയത്. DGP ശ്രീജിത്ത് ആയിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞു. പകൽ വടംവലി നടന്നു. അതിനുശേഷം ഏമാന്മാർ നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യ ഉണ്ടു. ഇനിയുണ്ട് പരിപാടി. അപ്പോഴേക്കും വൈകുന്നേരമായി. ഇതെല്ലാം കണ്ട് ഈ ജയിൽ പുള്ളികൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. ഏമാന്മാർ വടം വലിക്കുന്നു, ചിലർ തോക്കുന്നു, ചിലർ താഴെ വീഴുന്നു, അതിനുശേഷം സദ്യ ഉണ്ണുന്നു. ഇതെല്ലാം സെല്ലിൽ കിടന്നുകൊണ്ട് തടവുകാർ ഇങ്ങനെ ആസ്വദിക്കുകയാണ്, കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വൈകുന്നേരത്ത് വീണ്ടും പരിപാടിയുണ്ട്. ഇരുട്ട് ഒന്ന് വീണു തുടങ്ങിയപ്പോൾ അതാ വരുന്നു ഏമാന്മാരുടെ പുതിയ പരിപാടി, DJ പരിപാടി. അങ്ങനെ DJ കൊഴുത്തു. DJയുടെ കാതടപ്പിക്കുന്ന സംഗീതം. ഏമാന്മാർ തുള്ളു തുടങ്ങി. അങ്ങോട്ട് തുള്ളുന്നു, ഇങ്ങോട്ട് തുള്ളുന്നു. അങ്ങനെ തുള്ളിത്തുള്ളി, അകത്തും പുറത്തും വെള്ളമാണല്ലോ ഇപ്പോൾ, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഈ DJയുടെ തള്ളലും വെള്ളവും കൂടി വന്നിട്ട് ചില ഏമാന്മാർ ഇങ്ങനെ ആ സ്റ്റേജിലേക്ക് കയറി ഡാൻസ് കളിച്ചു. അത് സാധാരണ സംഭവിക്കുന്നതാണല്ലോ. ഇതാണ് പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. ഈ ഉത്സവത്തിനൊക്കെ നമ്മൾ കാണാറുണ്ട്, ഗാനമേള നടക്കുമ്പോൾ ചിലർ ഇത്തരത്തിൽ മദ്യപിച്ചുകൊണ്ട് ഈ ഗാനമേള നടക്കുന്ന വേദിയിലേക്ക് ചാടിക്കയറി അവിടെ കിടന്ന് തുള്ളുന്നു. അപ്പോൾ അതിനെ എതിർക്കാനായി മറ്റ് ഒരു കൂട്ടർ ശ്രമിക്കുന്നു. അങ്ങനെ ഉത്സവത്തിൽ അടി ഉണ്ടാകാറുണ്ട്. ഏതാണ്ട് സമാനമായ നിലയിലാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നടന്നത്. DJ പാർട്ടി കൊഴുക്കുന്നു. ഒരു സംഘം ഏമാന്മാർ അവിടേക്ക് ഇടിച്ചു കയറുന്നു, DJക്കൊപ്പം തുള്ളുന്നു. ഇത് കണ്ട് ഈ താഴെ നിന്ന കുറച്ചു പേർക്ക് സുഖിച്ചില്ല. ഇതെല്ലാം തടവുകാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഓരോ നീക്കവും കണ്ടുകൊണ്ട് ഈ തടവിൽ കിടക്കുകയാണ്. അപ്പോഴാണ് ഈ DJ പാർട്ടിക്ക് ഒപ്പം കിടന്ന് ഈ സ്റ്റേജിൽ കിടന്ന് തുള്ളിയവരെ ഈ സദസ്സിൽ ഉണ്ടായിരുന്ന ഏമാന്മാർ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചത്. ആ ഒരു പിടിച്ചുമാറ്റൽ എന്ന് പറയുന്നത് പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് കടന്നു. കൂട്ടത്തല്ല്, ഓണത്തല്ലെന്ന് വെച്ചാൽ ഇതാണ് ഓണത്തല്ല്. അവിടെ തടവുകാർക്ക് മുന്നിൽ കിടന്നങ്ങനെ ഏമാന്മാർ കെട്ടിമറിഞ്ഞ് കിടന്നടിക്കുകയാണ്. പരസ്പരം തല്ലുന്നു, അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു. ഒരുത്തൻ രണ്ടടിക്കുമ്പോൾ വേറൊരുത്തൻ കറങ്ങി പറന്നു വന്ന് ചവിട്ടുന്നു. അങ്ങനെ ആടി 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 ഓണത്തല്ലെന്ന് വെച്ചാൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒന്നാം തരം ഓണത്തല്ല്, ഏമാന്മാരുടെ ഒന്നാം തരം ഓണത്തല്ല്. ഓൾ കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ദക്ഷിണ മേഖല സോണിന്റെ പൂര അടി. അതായത് ജയിലിലെ തടവ് പുള്ളികൾക്കും സമൂഹത്തിനും മാതൃകയാകേണ്ടവരാണല്ലോ ഈ ഓഫീസർമാർ. അവരാണ് കിടന്ന് ഇത്തരത്തിൽ ഓണത്തിന് ഈ തടവുകാരുടെ മുന്നിൽ കിടന്ന് ഈ പറയുന്ന എന്താ പറയാ, മോഹൻലാലിന്റെ പഴയ അടി പോലെ മുണ്ടു മറിച്ചടി എന്നൊക്കെ പറയാം. അത് നടന്നിട്ടില്ല എങ്കിൽ പോലും നമുക്കതിനെ വിശേഷണം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള അതിക്രമം, അത്തരത്തിലുള്ള കയ്യാങ്കളി മൂർച്ഛിച്ചു. കണ്ണിക്കണ്ടവരെ ഈ DJയുടെ പാർട്ടി ഒരു വശത്ത് ബഹളം, പാട്ട് കൂത്ത് ബഹളം ഒരു വഴിക്ക്. അതിനിടയിലാണ് ഈ പറയുന്ന ചറപറ അടി നടക്കുന്നത്. ആ അടിക്കിടയിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. നടുവിന് ഇടി കിട്ടിയവരുണ്ട്, നടുവനങ്ങാൻ വയ്യാത്തവരുണ്ട്, കൈക്ക് അടി കിട്ടിയവരുണ്ട്, കാലിനടി കിട്ടിയവരുണ്ട്, പിന്നീട് പറയാൻ കൊള്ളാത്ത ഭാഗത്തൊക്കെ ഇടി കിട്ടിയവരുണ്ട്. അങ്ങനെ ഒരു പാവം പേഴ്സണൽ ഓഫീസർ, അദ്ദേഹം ഈ അടിയിൽ ഇങ്ങനെ പറന്ന് നിന്ന് അടിച്ച ആളാണ്. കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് പേഴ്സണൽ ഓഫീസർ SG ശ്രീജിത്ത്. അദ്ദേഹത്തിന് ഈ അടിക്കിടയിൽ പക്ഷേ ഗുരുതരമായ പരിക്കേറ്റു. കണ്ണിനാണ് അടി കിട്ടിയത്. കണ്ണിന് സാരമായ പരിക്കേറ്റു. ശ്രീജിത്തിനെയും കൊണ്ട് അതാ വരുന്നു ആംബുലൻസ്. അങ്ങനെ നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് ശ്രീജിത്തിനെയും കൊണ്ട് ആംബുലൻസ് മെഡിക്കൽ കോളേജിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പായുന്നു. അവിടെ ശ്രീജിത്തിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ശ്രീജിത്തിന്റെ കണ്ണിന് ചികിത്സ നടത്തുന്നു. ബാക്കി അടി കൊണ്ടുവന്നവരൊക്കെ ഈ നടുവും താങ്ങി
വേച്ചാണ് വീട്ടിലേക്ക് പോയതെന്നാണ് പറയപ്പെടുന്നത്. അത്രമാത്രം വലിയ അടിയായിരുന്നു. പലർക്കും നടുവ് പൊക്കാൻ വയ്യ. ഈ തല്ലുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരും ആരോടും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. കൊണ്ടവർക്ക് കൊണ്ടു, കൊടുത്തവർ കൊടുത്തു. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഏമാന്മാർ ആരും തന്നെ ഒഫീഷ്യലി ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായിട്ടോ ഒരു പരാതിയുമില്ല. അങ്ങനെ പൂജപ്പുര തടവുകാർക്ക് ഇത്തവണ ഫ്രീ ആയിട്ട് ഒരു ഓണത്തല്ല് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഓൾ കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ദക്ഷിണ മേഖല സോണിന്റെ പരിപാടി. അതായത് നല്ല ഗംഭീരൻ ഓണത്തല്ല് ഫ്രീ ആയിട്ട് ആസ്വദിക്കാൻ തടവുകാർക്ക് പറ്റി എന്നുള്ളതാണ് ഈ അടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ തടവുകാരുടെ മുന്നിൽ വെച്ച് കേരളത്തിലെ ഓണത്തല്ല് നമ്മുടെ ഏമാന്മാർ, ജയിലിലെ ഏമാന്മാർ തൂക്കിയിരിക്കുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.